കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് മേജർ ശ്രീ തോന്നൽ ദേവീക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ആറ്റിങ്ങൽ റോഡിൽ പള്ളിപ്പുറത്തായി പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്നും 150 മീറ്റർ തെക്ക് മാറി ദേശീയപാതയോരത്താണ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പള്ളിപ്പുറം തോന്നൽ ദേവീക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ശാന്തമായ മഹിഷാസുരമർദ്ദിനി രൂപത്തിലുള്ള ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന വിദ്യ കടു ശർക്കര പ്രയോഗമായതിനാൽ ഇവിടുത്തെ വിഗ്രഹം വളരെ സവിശേഷമാണ്. ഈ കടു ശർക്കര ആയതുകൊണ്ട് തന്നെ ധാര അല്ലെങ്കിൽ ബിംബത്തിനെ ധാര ഉപയോഗിച്ച് ജലധാരയോ മറ്റുള്ള ധാരയോ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന രീതി ഇവിടെയില്ല. തോന്നൽ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ മൂലബിംബം ഉയരം പീഠം ഉൾപ്പെടെ ഏകദേശം 10 അടിയാണ്. വിഗ്രഹത്തിന് 8 കൈകളുമുണ്ട്. ശിവൻ, ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരാണ് ക്ഷേത്രത്തിലുള്ള ഉപദേവതകൾ. ചരിത്രമനുസരിച്ച് ക്ഷേത്രം ചിറ്റൂർ നമ്പൂതിരിക്ക് ദാനമായി നൽകിയിരുന്നു. പണ്ഡിതരുടെ അഭിപ്രായത്തിൽ തിരുവിതാംകൂർ രാജ്യമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കഴക്കൂട്ടത്ത് പിള്ളമാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കഴക്കൂട്ടത്ത് കൊട്ടാരം നശിപ്പിച്ചതിന് ശേഷം രാജാവിന് അതികഠിനമായ അസുഖം ബാധിച്ച് കിടപ്പിലായി. ധാരാളം വൈദ്യന്മാർ വന്നു നോക്കിയെങ്കിലും ഈ അസുഖം മാറ്റാൻ ആർക്കും സാധിച്ചില്ല. ആ സമയത്താണ് രാജാവ് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാ വർഷവും അരിയിട്ട് വാഴ്ച ചടങ്ങിനായി ആറ്റിങ്ങൽ തറവാട് കാവിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇന്നത്തെ തോന്നൽ ദേവി ക്ഷേത്രത്തിലൂടെയാണ് കുടുംബം സഞ്ചരിച്ചിരുന്ന റോഡ് കടന്നുപോയിരുന്നത്. അത്തരമൊരു സന്ദർശനത്തിന്റെ സമയത്ത് ഈ തോന്നൽ ക്ഷേത്രത്തിൽ ആ രാജകുടുംബാംഗങ്ങൾ എത്തിയ സമയത്ത് കുതിരവണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആ രാത്രിയിൽ തന്നെ ചിറ്റൂർ നമ്പൂതിരി ഭഗവതിയെ സ്വപ്നത്തിൽ കാണുകയും ഭഗവതി നിർദ്ദേശമനുസരിച്ച് കഴക്കൂട്ടത്ത് കൊട്ടാരത്തിനോട് ചേർന്നിരുന്ന ക്ഷേത്രം നശിപ്പിച്ചതിനാലാണ് രാജാവിന് ഈ അസുഖം വന്നതുകൊണ്ടും അതുകൊണ്ട് പരിഹാരാർത്ഥം ഇന്നത്തെ തോന്നൽ ദേവീക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് ദുർഗാ ദേവീക്ഷേത്രം പണിയണമെന്ന് സ്വപ്നത്തിൽ ദേവി വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ ഒരു ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് മണ്ഡല ചിറപ്പ് മഹോത്സവം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽ, കരിമ്പ്, തേൻ, മാതള നാരങ്ങ, വലിയ നാരങ്ങ എന്നിവയാണ്. തോന്നൽ ദേവീക്ഷേത്രത്തിന്റെ ആ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ വരുന്ന ആരാധകർക്ക് പലപ്പോഴും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോന്നലും അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളിൽ ശരിയായ വഴിയിലൂടെ പോകാനുള്ള തോന്നലും ഉണ്ടാകുന്നു എന്നുള്ളതിന് ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. അനുഗ്രഹദായിയായ ശരിയായ തോന്നലുകൾ ഉണർത്തുന്ന തോന്നൽ ദേവിയെ ആരാധിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ.